കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മുടെ ഭക്തർ ചോദിച്ചിരുന്ന, പലരും ഫോണിലൂടെ നേരിട്ടൊക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് വന്നാൽ താമസിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. എന്തായാലും അതിനൊരു പരിഹാരമായി ഗുരുവായൂർ വന്നാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്ത്രീകൾ വരികയാണെങ്കിലോ അവർക്ക് താമസിക്കാൻ വളരെ സേഫ്റ്റി ആയിട്ട് വളരെ സുരക്ഷിതത്തോടു കൂടി താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞ് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിന് സമീപം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ നല്ല സ്ഥലമാണ്. കാരണം യാതൊരുവിധ പേടിയും പേടിക്കാതെ ഒരാൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ 280 രൂപയാണ് ഒരു ബെഡിൻ്റെ റേറ്റ് 12 മണിക്കൂർ സമയത്തിന്. അതിനൊരു ഡിപ്പോസിറ്റായിട്ടൊരു 100 രൂപ കൊടുക്കണം. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ആ 100 രൂപ തിരിച്ച് തരും. അതേപോലെ ഉള്ളത് 3 ബെഡുള്ള റൂമുണ്ട്. അതിന് 952 രൂപയാണ് ഒരു ഡേക്ക് വരുന്നത്. അതേപോലെ 4 ബെഡിൻ്റെ വരുന്നത് 1120 രൂപ ഒരു ഡേ. അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് നമ്മുടെ സഹോദരികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട്, അതായത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയും റൂം കിട്ടില്ല. ഒരാൾ ഒറ്റയ്ക്ക് വന്നാൽ ഒരിക്കലും റൂം കിട്ടാറില്ല. പക്ഷേ ആ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി. അപ്പോൾ ആർക്കും ഇനി താമസ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ വരാതിരിക്കേണ്ട. എല്ലാവരും ഗുരുവായൂർ വരാൻ തയ്യാറായിക്കോളൂ. ഇത് ഷീ ലോഡ്ജാണ്. അപ്പോൾ ഷീ സ്റ്റേ ലോഡ്ജ് എന്നാണ് അത് പറയണത്. അവരുടെ ഒരു കോണ്ടാക്ട് നമ്പർ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. 94403017 ഈ നമ്പറാണ്. ഇതിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. വളരെ സുരക്ഷിതമാണെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും സൗകര്യമാണ് അവിടെ ഉള്ളത്. അതുപോലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പാഞ്ചജന്യം അനക്സ്, പാഞ്ചജന്യം അനക്സ് ഇപ്പോൾ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു. കാര്യമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ എന്നാലും കാരണം അവിടുത്തെ ഫോൺ നമ്പർ ഒന്നും വർക്കായിട്ടില്ല. അതിൽ താമസിക്കാനുള്ളത് 2 പേർക്ക് താമസിക്കാൻ, ഒരു കുടുംബത്തിൽ 2 പേർക്ക് താമസിക്കാൻ പറ്റുന്നത് 36 റൂമുകളുണ്ട്. അതിൽ 500 രൂപയാണ് ഈടാക്കുന്നുള്ളൂ. അതും വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. AC റൂമാണെങ്കിൽ 1300 രൂപ. 1300 രൂപയാണ് ഈ 2 പേർക്ക്. അതായത് ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 1300 രൂപയാണ് ACക്ക് വരുന്നത്. അതുപോലെ 5 കിടക്ക ഉള്ളതാണെങ്കിൽ 1280 രൂപയാണ് നോർമലി നോൺ ACക്ക് വരുന്നത്. 5 കിടക്കുള്ള 5 ആളുകളുള്ള ആൾക്കാരോ 6 ആളൊക്കെ ഉണ്ടെങ്കിൽ ഈ 1280 രൂപ. അതിൻ്റെ ACക്ക് വരുന്നത് 2500 രൂപയാണ്. വളരെ ഇവിടുത്തെ പരിസരത്തേക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും ലാഭകരമായ ഒരു അന്തരീക്ഷമാണ്. അത്രയും പൈസയെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ വേറെയുണ്ട്. ഡോർമെട്രി അത് കിഴക്കേ നടയിലുണ്ട്, തെക്കേ നടയിലുണ്ട്, പടിഞ്ഞാറ് നടയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഷീ സ്റ്റേ ഹോം ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയിലാണ്. മമ്മിയൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. അമ്പലത്തിലേക്കും എളുപ്പമാണ്. അതുപോലെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിലേക്കും വളരെ എളുപ്പമാണ്. ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ള ദൂരങ്ങളേ ഉള്ളൂ. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോണ വലിയൊരു ബോർഡൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെയാണ് ഈ ഷീ സ്റ്റേ ഹോം കേട്ടോ. അതാണ് ഇപ്പോൾ പുതിയ അറിവുള്ളത്. പിന്നൊന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. അവിടെ വളരെ സൗകര്യമായ താമസ സൗകര്യങ്ങളുണ്ട്. അതിന് 12 മണിക്കൂർ AC വിത്ത് അറ്റാച്ച് ഉള്ളതിന് 400 + 472 രൂപയാണ് ഒരാൾക്ക് വരുന്നത്.
അതിൻ്റെ തന്നെ AC വരുന്നത് 300 രൂപ 354 രൂപയാണ് ഒരാൾക്ക് സാധാരണ താമസിക്കാനുള്ളത് കേട്ടോ. ഈ അതേപോലെ നോൺ AC വരുന്നത് 250, അതുപോലെ നോൺ AC 250, 45, 295 രൂപയാണ് 12 മണിക്കൂറിന്. പക്ഷേ AC അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതിനാണ് 472 രൂപ ഒരാൾക്ക് 12 മണിക്കൂറിന് വരുന്നത് കേട്ടോ. അതുപോലെ നേരെ പകുതി 6 മണിക്കൂറിനാണെങ്കിൽ AC വിത്ത് അറ്റാച്ച്ഡ് ആണെങ്കിൽ 295 രൂപ. അതേപോലെ AC വരുന്നത് 177 രൂപ, നോൺ AC വരുന്നത് 148 രൂപയാണ്. പിന്നെ 3 മണിക്കൂറാണെങ്കിൽ, അതായത് വന്നിട്ടൊന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് ഇരുന്ന് എണീച്ച് പോകണം എന്നുള്ള പോലെയൊക്കെ ആണെങ്കിൽ അത് AC വിത്ത് അറ്റാച്ചിന് വരുന്നത് 177 രൂപ, ACക്ക് ആണെങ്കിൽ 148 രൂപ, നോൺ AC ആണെങ്കിൽ വളരെ സുഖം 100 + 18 118 രൂപ. അതാണ് ഈ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിലുള്ളത്. അത് നമ്മളെ കിഴക്കേ നടയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തെക്കേ നടയിൽ വേറൊരു ഡോർമെട്രി, അതിൽ 354 രൂപയാണ് ഒരാൾക്ക് 12 മണിക്കൂറിന്, 295 റുപ്യ നോൺ ACക്കും 12 മണിക്കൂർ. അതും വളരെ സൗകര്യപ്രദമായ സ്ഥലങ്ങളാണ്. അതിൽ അറ്റാച്ച്ഡ് ആണെങ്കിൽ വേറെ ഒരു പൈസ. ഇനി അതിരിക്കും വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും ഒന്ന് നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് ഒന്ന് ദൂരയാത്ര കഴിഞ്ഞ് വന്ന് അമ്പലത്തിൽ തൊഴാൻ പോകാൻ വേണ്ടിയിട്ട്, അത് സ്വാമിമാർ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക. കാരണം 30 രൂപ മാത്രമാണ് ഫ്രഷ് അപ്പിനുള്ളൂ. ഫ്രഷ് അപ്പ് എന്ന് പറഞ്ഞാൽ കുളിക്കുക, പല്ല് തേക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ 30 രൂപ പ്ലസ് നമ്മുടെ ബാഗോ മറ്റോ അവിടെ സംരക്ഷണയിൽ വെക്കണമെങ്കിൽ അതിനൊരു 10 രൂപ കൂടി, അങ്ങനെ 40 രൂപ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂർ നവഗ്രഹ സഭയും നമുക്കായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ആരും ഇവിടെ വന്നിട്ട് താമസിക്കാനിട കിട്ടാതെ മടങ്ങി പോവേണ്ട അവസ്ഥയില്ല. അത്രയ്ക്കും സൗകര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ പറ്റുന്ന ആളുകളൊക്കെ ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. സ്ത്രീകളുടെയൊക്കെ താമസ സൗകര്യത്തിന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അവരൊക്കെ കാണുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ നമ്മുടെ അടുത്ത് ഈ മുനിസിപ്പാലിറ്റിയുടെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അവർ 80 78 78 00 17 അത് മൊബൈൽ നമ്പറാണ്. പിന്നെ 0487 299 3017 ഈ നമ്പറുകളാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ നമ്മുടെ ഗുരുവായൂരപ്പ ഭക്തർക്കും ഇത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ മടിക്കേണ്ട, മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.